ഈക്വലോട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പുതിയതല്ല. ഞാൻ പല പ്രാവശ്യം തോന്നുകയാണ് ശുശ്രൂഷിക്കുക മാത്രമല്ല നിങ്ങളുടെ പല മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യാനും, പിന്നെ നമ്മുടെ ബിജി സിസ്റ്റർ, ബോബി സിസ്റ്റർ, നമ്മുടെ എന്താ പറയാ മീന സിസ്റ്റർ, അങ്ങനെ അതിനകത്തുള്ള മിക്ക ആൾക്കാരും നമുക്ക് പേഴ്സണലി പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഹലോ, ഒരിക്കൽ കൂടി ഇതിലേക്ക് വചനം പറയാനായിട്ട് കുറെ പ്രാവശ്യമായിട്ട് ഇപ്പോൾ പോയി പറയുമ്പോൾ നാട്ടിലായതുകൊണ്ട് എനിക്ക് പല അസൗകര്യങ്ങളും ഉണ്ട്. ഈ സമയത്തൊക്കെ ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും പകൽ വരുന്ന സൂം മീറ്റിങ്ങുകളൊന്നും ഇപ്പോൾ എടുക്കാറില്ല. കാരണം ചാരി വിളിച്ചാലും ഞാൻ അവരോടൊക്കെ സ്നേഹത്തോടെ പറയും ഞാൻ തിരിച്ച് ഷാർജ ചെന്നിട്ട് ചെയ്യാൻ. കാരണം ഇവിടെ ടിവിയുടെ സൗണ്ടും മറ്റുള്ള സൗണ്ടുകളൊക്കെ ആയിട്ട് നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം, അത് ചിലപ്പം റെക്കോർഡിംഗ് ഒക്കെ പോകുന്നതൊക്കെ ആകുമ്പോൾ അതിലൂടെ പോകുമ്പോഴത്തേക്കും അതിൽ നാളെ ഒരു ബുദ്ധിമുട്ടാകരുന്നു ഓർത്ത് ഞാൻ പയ്യെ ഒഴിവാക്കി. പക്ഷെ ബോബിയോട് അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇതിൽ കയറിയത്. ഹാലലുയ. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഞാൻ എപ്പോഴും പറയും, വചനം എപ്പോഴും ദൈവം ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന്റെ വചനം തരുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥനയോടാണെങ്കിൽ ദൈവം വചനം നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. കാരണം വെച്ചാൽ നമ്മളൊക്കെ മെസ്സേജുകളൊക്കെ എഴുതി തയ്യാറാക്കി വെച്ച് പ്രസംഗിക്കുന്നവരല്ല. പരിശുദ്ധാത്മ തരുന്ന ആ ഒരു ഗൈഡൻസിൽ അങ്ങ് പോകുന്നവർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ന് നമുക്കിവിടെ പറയാനായിട്ട് തന്ന ഇത് പറഞ്ഞാൽ അതിന് കുറിവ് നമുക്ക് വാക്യമായിട്ട് സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും വായിച്ച് സഹായിക്കുമോ? അത് ഞാൻ തന്നെ വായിക്കണം. പ്രോവബ്സ് 1-ന്റെ 28-29. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുക, കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവ ഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. ആമേൻ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുക, എന്നെ കണ്ടെത്തും. മറ്റടുത്ത വചനത്തിൽ പറയുന്നത് എന്നെ ജാഗ്രതയോടെ അന്വേഷിച്ച് അവരെന്നെ കണ്ടെത്തും. ഹാലലുയ. ദൈവം എങ്ങും പോയി മറഞ്ഞിരിക്കുന്നതല്ല. നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് ജാഗ്രതയോടെ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തും. പക്ഷെ ഇവിടെ ദൈവം തിരിച്ചാ പറഞ്ഞേക്കുന്നത്. വചനത്തെ എന്താ പറഞ്ഞു വെച്ചാൽ അവർ എന്നെ വിളിക്കും. അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അങ്ങനെയാണ് നമ്മൾ ഇത്ര നാൾ പഠിച്ചു വെച്ചത്. പക്ഷെ ഈ സദൃശ്യവാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, അവരെന്നെ വിളിക്കും, ഞാൻ ഉത്തരം അരുളുകയില്ല. അവ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുമില്ല. അതിന് കാരണം എന്താണെന്നാണ് 29-ാം വാക്യത്തിൽ അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവ ഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. അപ്പൊ എന്തുകൊണ്ട് അവർ വിളിക്കുമ്പോൾ ഉത്തരം വരലാത്തത്, എന്തുകൊണ്ട് അവർ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കാത്തതെന്ന് വെച്ചാൽ അവർ പരിജ്ഞാനത്തെ ത്യജിച്ചു കളഞ്ഞ്, വെറുത്ത് കളഞ്ഞ് യഹോവ ഭക്തിയെ തിരഞ്ഞെടുത്തില്ല. അപ്പം യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അതിന്റെ സദൃശ്യവാക്യങ്ങൾ തന്നെ 1-ന്റെ 7-ാം വാക്യം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തോടുള്ള ഭക്തി, ഫിയർ ഓഫ് ദി ലോർഡ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. ഹാലലുയ. അപ്പൊ ഫിയർ ഓഫ് ദി ലോർഡ് എന്ന് നമ്മൾ കേൾക്കുന്നത് ദൈവത്തോടുള്ള ഭയമാണോ? ആമേ. പലയിടത്തും ദൈവം തന്നെ നമ്മളോട് പറഞ്ഞിട്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ലോകത്തെ കഷ്ടമുണ്ട്, ഭയപ്പെടേണ്ട. പല സ്ഥലത്തും നമ്മളോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട. ആ ഭയവും ഈ ഭയവും രണ്ടാണ്. ഇവിടെ പറഞ്ഞ ഫിയർ ഓഫ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തോടുള്ള ആ ഒരു റെവറൻഷ്യൽ ഫിയർ, അല്ലെങ്കിൽ നമുക്കൊരു ബഹുമാന കൊണ്ടുണ്ടാകുന്ന ഒരു ഭയവും, നേരത്തെ പറഞ്ഞ ഭയം എന്താന്ന് വെച്ചാൽ അതൊരു ഡിമോണിക് സ്പിരിറ്റ് ആണ്. അത് പൈശാചികമാണ് ഭയം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഭയം. ഭയം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസി എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഭയം നമ്മളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകും, നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും, നമ്മളെ പല ഹാലലിയ നമ്മുടെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകും, അങ്ങനെ പലതിലേക്കും കൊണ്ടുപോകും. ഹാലലിയ. ഇന്ന് ജനം നമ്മൾ ദൈവത്തെ പക്ഷെ ഭയപ്പെടണം. എങ്ങനെയാ? ബഹുമാനത്തോട് ഭയം വേണം, ഭക്തി വേണം. ആക്ച്വലി ഇറ്റ്സ് എ വേർഡ്, നമുക്ക് ഭക്തി എന്ന് പറയാം. ഭക്തി എന്ന് പറയുന്നത് ഹാലലിയ ദൈവത്തെ നമുക്ക് ഒരു എന്താ പറയാ ഭയത്തോടു കൂടി വെച്ചാൽ നമ്മളെ ദൈവം അടിക്കുമെന്ന് വിചാരിച്ചുള്ള ഭയമല്ല. നമ്മളെ സ്നേഹം കാരണം സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുണ്ടാകുന്നൊരു ഭയം. അയ്യോ, ഞാനൊരു തെറ്റ് ചെയ്താ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുമല്ലോ, പരിശുദ്ധാത്മ ദുഃഖിക്കുമല്ലോ, പരിശുദ്ധാത്മ നമ്മളെല്ലാവരും എപ്പോഴും പറയാറുണ്ട്. ഹാലലി. എന്താ പറയുന്നത്? കാരണം ഏത് കഷ്ടതയിൽ പോയാലും, ഏത് ബുദ്ധിമുട്ടിക്കൂടെ പോയാലും, ഏത് ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ പോയാലും, ഏത് പ്രതികൂലത്തിൽ പോയാലും, ആരും എന്റെ കൂടെ ഇല്ലെങ്കിൽ യേശു എന്റെ കൂടെയുണ്ട്. അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, എല്ലാവരും പറയുന്ന കാര്യം, ആർക്കും അതിനകത്തൊരു സംശയമില്ല, യേശു നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഈ സംഭവം തന്നെ ഒരു ഭയത്തോടും കൂടി നമ്മൾ പറയണം. എന്താന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും, ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എത്ര ഇരുട്ടത്ത് ചെയ്താലും, എത്ര മറയത്ത് ചെയ്താലും യേശു എൻ്റെ കൂടെയുണ്ട്. ഇതാണ് നമുക്കുണ്ടാകേണ്ട ഭയം. ഹാലയില്. കാരണം നമ്മളെ കാണുന്നവൻ,
ഹാലയിൽ ഹാഗാർ പറഞ്ഞല്ലോ, അയ്യോ അവൻ എന്നെ ഇവിടെയും കണ്ടുവോ എന്ന് ചോദിക്കുന്നത്. ഹാലി അതുപോലെ നമ്മൾ എവിടെ പോയാലും നമ്മളെ കാണുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഹാലി ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്ക് ഒരു നമ്മളൊരു പ്രലോഭനത്തിലേക്ക് വീഴാൻ തുടങ്ങുമ്പം നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത കയറുന്നു, അയ്യോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഞാൻ ഇത് ചെയ്താൽ എന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കില്ലേ? ഈ ഭയമാണ് ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭയം. ഇവിടെ ഇങ്ങനെ അത്. പക്ഷെ മൂടൻ പറയും, എന്ത് പറയാം, ദൈവം ഇല്ല എന്ന് പറയും. കാരണം അവൻ പറയും, ഓ ഇതൊക്കെ വെറുതെ പറയുന്നതാ, ദൈവമൊന്നുമില്ല, സ്വർഗവും ഇല്ല, നരകവും ഇല്ല, മരണത്തിന് ശേഷം ജീവിതമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചിലതൊക്കെ വിട്ട് കളയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ അത് ഇല്ല എന്നങ്ങ് പറയും. ഹല്ലേലൂയ. അപ്പൊ അവൻ പറയുന്ന, ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. നമ്മളിപ്പോ ചില പാസ്റ്റർമാരൊക്കെ പറയും, പ്രസംഗം പറഞ്ഞ, അമേരിക്ക ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുവെച്ചാൽ അമേരിക്ക ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെ. ഹാലയില്ല. അപ്പം ദൈവത്തെ സ്വർഗം ആരും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വർഗത്തെ കണ്ടിട്ടില്ല. പക്ഷേ വേദപുസ്തകം കൃത്യമായി നമ്മളെ യേശയ്യാപ്രവാചന പുസ്തകത്തിലൊക്കെ നമ്മുടെ യേശുക്കർത്താവിന്റെ ജനനത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പേ ഹാലയിലിയ പ്രവചിച്ചു, കന്യ ഗർഭം ധരിച്ചു അങ്ങനെ പ്രസവിക്കുന്നു. നടന്നില്ലേ? അത് നടന്നു. യേശുക്കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, നടന്നില്ലേ? യേശുക്കർത്താവിന്റെ അടക്കത്തെ കുറിച്ച് പറഞ്ഞു, പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞു, അത് നടന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ നടന്ന് യേശുക്കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ചും പറഞ്ഞിട്ട് അത് നടക്കും. അത് മാത്രം ആർക്കും വിശ്വസിക്കാൻ വയ്യാത്ത എന്താന്ന് വെച്ചാൽ, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നീ ചിലതൊക്കെ വിട്ടു തിരിഞ്ഞ് മാറിക്കഴിഞ്ഞാലേ അല്ലെ അതുപോലെ മാറി ജീവിച്ചാലേ നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ചെയ്യാൻ കഴിയാത്തോണ്ടും അത് ചുമ്മാ പറയുന്നത്. ഹാലലൂയ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് യഹോവ ഭക്തിയെ കുറിച്ച് നമ്മൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിയർ ഓഫ് ദ ലോർഡിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ ദൈവത്തോടുള്ള ഭക്തി. അപ്പം ചില ആൾക്കാർ പറയും, ഓ ഇത്രയ്ക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ദൈവം എന്താ വടിയും കൊണ്ട് പുറകെ നടക്കുക, ദൈവം അടിക്കുക? ദൈവം അടിക്കത്തില്ല. ദൈവം വടിയും കൊണ്ട് പുറകെ നടക്കുകയല്ല. അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിട്ട് ദൈവത്തിനോടുള്ള ഭക്തി. ഇപ്പം മിക്ക ആൾക്കാരും ഞാൻ പറയുന്ന പ്രശ്നത്തിൽ വിഷമത്തിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യാനായിട്ടൊക്കെ എന്ത് സാഹചര്യം പറയോ, വേണ്ട എന്റെ ഈ ഡെലിവറൻസ് നടന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ചുള്ളൊരു ഭയമുണ്ട്. ഈ ഭയമല്ല ഞാൻ പറഞ്ഞ ഭയം. ഈ ഭയമല്ല. നമുക്ക് എന്തെല്ലാം നന്മകൾ വന്നാലും എത്രയൊക്കെ നമ്മുടെ പ്രതിസന്ധി നിൽക്കുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, നമ്മളിപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കുകയാണ്, വലിയൊരു ഫണ്ട് നമുക്ക് വലിയൊരു സംഖ്യ ഓഫർ ചെയ്തിട്ട് നമ്മളോട് തെറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഇതെനിക്ക് വേണ്ട, കാരണം എന്റെ ദൈവത്തിന് വിഷമിക്കുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാൻ കാണിക്കുന്നൊരു അതാണ് ഒരു ദൈവ ഭയം എന്ന് പറയുന്നത്. ഹാലലിയ. അല്ലാതെ നമുക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ അതിലും കൈയിടും ഇതിലും കൈയിടും, അവിടെയും പോകും ഇവിടെയും പോകും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതല്ല. ഹാലലിയ. അതുപോലെ വിട്ടുതിരിഞ്ഞ് പോയതിന്റെയൊക്കെ പിന്നാലെ വീണ്ടും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പിന്മാറി പോകുന്നതുമല്ല. പല ആൾക്കാരും വിശ്വാസത്തിൽ വന്നിട്ട് ദൈവദാസന്മാരെ പേടിപ്പിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പാസ്റ്ററെ, എന്റെ പേര് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ സഭയിൽ നിന്ന് പേര് പറ്റിയിട്ടൊന്നും ഇല്ല പഴയതിർത്തുനിന്ന്, അതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ ഞാനത് തിരിച്ചു പോകും. ഇത് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. എന്താ കാര്യം? 2 വള്ളത്തിലാണ് നിൽക്കുന്നത് ഇപ്പോഴും. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചങ്ങ് പോകുമെന്ന് പേടിപ്പിക്കുക. അതുകൊണ്ട് പാസ്റ്റർ മര്യാദയ്ക്ക് നിന്നോണ്ട് എന്നെ ഒന്നും പറയാൻ പാടില്ല, ഗുണദോഷിക്കാൻ പാടില്ല, എന്താ പറയാ, ശാസിക്കാൻ പാടില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്ത് കണ്ണടച്ചോണം ഇന്ന് പല ദൈവദാസന്മാരും കണ്ണടയ്ക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവര് പോയി കഴിഞ്ഞാൽ കസേര ഇരിക്കാൻ ആളില്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രക്കാഴ്ച കിട്ടത്തില്ലല്ലോ, ടൈത്ത് കിട്ടത്തില്ല. പക്ഷേ നിന്റെ സ്തോത്രക്കാഴ്ചയും വേണ്ട, നിന്റെ ടൈത്തും വേണ്ട. നീ ഇതൊക്കെ വിട്ടു തിരിഞ്ഞ് മാറിയില്ല, മര്യാദക്ക് ഗുണപ്പെട്ടില്ല, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ ധൈര്യം കാണിക്കണം. ഒന്നേ നീ പഴയതിലേക്ക് പോയി, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന മര്യാദയ്ക്ക് നിൽക്കണം. ഇത് പറയണമെങ്കിൽ എന്താ പറയാ, നമ്മൾ സേവിക്കുന്ന ദൈവം ആരെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം, ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഹാലലിയ. അപ്പൊ നമ്മുടെ ദൈവം ഒരു കുഞ്ഞ് ഒരു മനുഷ്യനായി വന്നിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് വന്നത് എന്ന് വിചാരിച്ച് ദൈവത്തിന്റെ പവർ ഒന്നും പെടില്ല. ഇന്ന് ദൈവത്തെ ആർക്കും ഒരു എന്താ പറയുക, ദൈവത്തെ അങ്ങ് നിസ്സാരമായി കാണുന്നത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും കൂടുതൽ പിശാചിനെ ഭയക്കുന്ന ആരാന്ന് വെച്ചാൽ ജാതികളല്ല, ദൈവമക്കളാ പിശാചിനെ ഭയക്കുന്നത്. അല്ലേ സിസ്റ്ററെ? എത്ര എന്ന് പറഞ്ഞാൽ പിശാച്ച് ഒരു ദുരാത്മാവൊക്കെ അങ്ങോട്ട് ഇളകി കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ ആൾക്കാരെല്ലാം അയ്യോ എന്നാ വിറയിലൂടെയൊക്കെ നിൽക്കുന്നത്, എന്നാ എത്ര ഉറങ്ങുന്നവരും ചാടി എഴുന്നേറ്റ് ആരാധിച്ചൊക്കെ നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങാനും കൂടി എന്റെ തൊട്ടാണ് കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിലക്കുമ്പോ ഇവിടുന്നാണ് കയറി. കാരണം അതിനെല്ലാവർക്കും പേടിയാ. പക്ഷെ ദൈവത്തെ ഇതുപോലെ പേടിക്കുന്നുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ? എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഇന്ന് ദൈവത്തെ പലരും നിസ്സാരമാക്കി കാണുകയാണ്. ആ ദൈവത്തെ നിസ്സാരമാക്കി കാണേണ്ട ദൈവമല്ല നമ്മുടെ ദൈവം. മൈറ്റി ഗോഡ്, ആ ദൈവത്തിന്റെ ശക്തി, ഹാലലിയ, ആ വല്ലഭത്വമൊക്കെ ഒന്ന് തിരിച്ചറിയണം. ഹാലലൂയ. അപ്പൊ ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കണം. പ്രോവേഴ്സ് 9:10 പലയിടത്തും യഹോവ ഭക്തിയെ കുറിച്ച് നമ്മുടെ സദൃശ്യവാക്യങ്ങൾ ഏറ്റവും കൂടുതൽ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് യഹോവ ഭക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന
അതിലേക്കൊന്നും പോകുന്നില്ല. യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ 22-ാം വാക്യം ഒന്ന് വായിക്കാം സിസ്റ്ററെ. യോബ് 28. 28. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് ചെയ്തു. ഞാൻ എടുത്തോട്ടെ കേട്ടോ, എന്റെ ഇവിടെ ഫാൻ ഇട്ടേക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞു നമുക്ക് പോവുക. 28. കർത്താവിനുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്യുന്നു. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കർത്താവിന്റെ ഭക്തി തന്നെ ജ്ഞാനം. ഒരു മനുഷ്യന് ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കണമെന്ന് ചോദിച്ചാ ദൈവത്തിൽ നിന്ന് തന്നെ ലഭിക്കണം. അടുത്ത പറയുന്നത് ദോഷം അകന്ന് നടക്കുന്നതന്നെ വിവേകം. അപ്പൊ വിവേകം എവിടെ നിന്ന് ലഭിക്കണം? നമ്മുടെ ശലോമോൻ ദൈവത്തോട് ദൈവം ചോദിച്ചു, നിനക്ക് എന്താ വേണം? ഈ ജനത്തെ നടത്താൻ ജ്ഞാനവും വിവേകം വേണമെന്നാ ശലോമോൻ ചോദിച്ചത്, അല്ലേ? കാരണം നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും വന്ന അവിടെ ഭക്തി വരും. ദോഷം വിട്ട് അകന്ന് നടക്കും. പുറകെ നടന്ന് പറയണ്ട. കാരണം അത് അവൻ അതിൽ ഉള്ളതാണ് വെച്ചാൽ ഇത് നമുക്കറിയാം ആത്മാവിന്റെ സെവൻ സ്പിരിറ്റിനകത്തുള്ളതാണ്. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ഇത് രണ്ടും. അപ്പൊ ഇവിടെ യഹോഭക്തി, നമ്മുടെ ദൈവത്തോടുള്ള കർത്താവിനുള്ള ഭക്തി തന്നെ ജ്ഞാനം. അപ്പൊ നമുക്ക് ദൈവത്തോടുള്ള ഭക്തി വരുമ്പോൾ അറിയാണ്ട് നമ്മളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരികയാണ്. ഈ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തോടും വിവേകത്തോടും ആ ഭക്തിയോടും പരിജ്ഞാനത്തോടും ഒക്കെ നടക്കുവാനുള്ള കൃപ നമുക്ക് ദൈവം തരും. സദൃശവാക്യം 9:10 പറയുന്നുണ്ട്. നമ്മൾ സദൃശവാക്യങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാല് അവിടെ പറഞ്ഞേക്കുന്ന വാക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കാൻ പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. 9:10 പറയുന്നത് യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. അവിടെ ഉപയോഗിച്ച വാക്ക് ജ്ഞാനത്തിന്റെ ആരംഭം മാത്രമല്ല, അത് പരിജ്ഞാനവും വിവേകവുമാകുന്നു. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ പരിജ്ഞാനം നമ്മൾക്ക് അറിഞ്ഞ, വിവേകം, ജ്ഞാനം, ഭക്തി, ഇതൊക്കെ ഇതിനകത്ത് വന്നത്. റെവലേഷൻസ്, നമ്മുടെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണും ഉണ്ട്. ഇവിടെ 7 അവിടെ 4 ഞാൻ സിംഹാസനത്തിൽ 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടുപോ നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞാട് ആരാധിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. അവിടെ കാണുന്ന അതിന് 7 കൊമ്പ്. 7 എന്തിനെ കാണിക്കുന്നു വെച്ചാൽ പൂർണ്ണതയെ കാണിക്കുന്നു. കൊമ്പ് എന്തിനെ കാണിക്കുന്നു? അധികാരത്തെ കാണിക്കുന്നു. അടുത്ത പറയും സർവ്വഭൂമിയിൽ അയച്ചിട്ട് 7 കണ്ണ്, അവിടെ അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കായി 7 കണ്ണ്. അപ്പം സെവൻ സ്പിരിറ്റ് ആയിക്കഴിഞ്ഞാൽ കണ്ണ്, അല്ലെങ്കിൽ ആ കണ്ണ് എന്തിനെ കാണിക്കുന്ന? അറിവിനെ കാണിക്കുന്നു. പക്ഷെ അവിടെ 7 ആത്മാക്കള്. 7 ആത്മാ വെച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ 7 മാനിഫെസ്റ്റേഷനാണ്. ഇതിനെ കാണിക്കുന്നു. അപ്പൊ ഇത് എവിടെയാ പറഞ്ഞേക്കുന്നത് വെച്ചാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന് 1-2 വാക്യത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവിടെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, കാരണം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഭക്തി വരുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാത്തവർക്ക് എന്താ സംഭവിക്കുക അറിയാൻ വേണ്ടിയിട്ടായി കറങ്ങി തിരിഞ്ഞ് അതിലോട്ട് പോകുന്നത്. 11-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. എന്നാൽ ഇശായുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അടുത്ത 3-ാം വാക്യം കൂടെ വായിച്ചോ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. ഇവിടെ പറയുന്നത് ഇശായുടെ കുറ്റിയിൽ മുള പൊട്ടത് ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. ദാവീദിന്റെ സിംഹാസനത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശു കർത്താവിന്റെ മേൽ വരുന്ന ആത്മാവ്, നമ്മൾ ഈ ഒത്തിരി പ്രാവശ്യം നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവിടെ പറയുന്ന 7 സ്പിരിറ്റ്, 7 സ്പിരിറ്റിനെ പറയുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മ ഒന്നേ ഉള്ളൂ. പരിശുദ്ധാത്മ ഒരു പൂർണ്ണതയെ കാണിക്കുന്ന 7 ആത്മാവ് വരുമ്പോഴത്തേന് അത് പരിശുദ്ധാത്മ 7 മാനിഫെസ്റ്റേഷൻ പറയും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ജ്ഞാനം, വിവേകം, പരിജ്ഞാനം, ഇതെല്ലാം എവിടെ പറയും? യഹോവ ഭക്തി, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ 7 സ്പിരിറ്റ്. ഇതാണ് ഒരു പൂർണ്ണതയോട്, ഒരു ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയും. ഈ 7 സ്പിരിറ്റോടെ ചേരുമ്പോൾ ഒരു ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് വരുള്ളൂ. നമ്മൾ ഒരു ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ അവനെ തോൽപ്പിക്കാനായിട്ട്, അവന്റെ നേരെ നിൽക്കാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല.
പെന്തക്കോസ്ത് നാളെ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരുടെയൊക്കെ വെളിപ്പെട്ട പൂർണ്ണത എന്തുകൊണ്ടാ പൂർണ്ണത വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ നമ്മളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജഡം നമ്മുടെ ഈ ഫ്ലഷിന്റെ പവർ ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രത്തോളം മാറ്റിവിടാൻ നമുക്ക് കഴിയുന്നു. എന്ന് വെച്ചാൽ യഹോ ഭക്തി എന്ന് വെച്ചാൽ ദൈവത്തിനോട് ഭയവും അല്ലെങ്കിൽ നമുക്ക് ആ ബഹുമാനം ആ സ്നേഹവും ഭക്തി കാണാൻ നമുക്ക് ജഡത്തിന്റെ ഒരു ഇച്ഛയ്ക്കും വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ 7 സ്പിരിറ്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെ ജ്ഞാനമുണ്ടാകും, പരിജ്ഞാനം ഉണ്ടാകും, യഹോ ഭക്തി ഉണ്ടാകും, ബലമുണ്ടാകും, അങ്ങനെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും. പക്ഷെ ഇവിടെ പറയുന്ന ഇതെല്ലാം ഉണ്ടെങ്കിലും 3-ാം വാക്യം പറയുന്നത് അവന്റെ പ്രമോദം യഹോ ഭക്തിയിലായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സന്തോഷം, നമ്മുടെ പ്രമോദം എതിലാന്ന് വെച്ചാൽ ഏറ്റവും പ്രമോദം നമ്മൾ യഹോ ഭക്തിയിലാണ്. അപ്പൊ യഹോ ഭക്തി നമ്മൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. ചില ആൾക്കാർ ഭയങ്കര ഭക്തി കാണിക്കാറുണ്ട്. ഈ ഭക്തി എന്ന് വെച്ചാൽ പുറമേ ഉള്ള ഭക്തി. എന്താന്ന് വെച്ചാൽ കമ്മലും മാല ഊരൊന്നും കുറ്റം പറഞ്ഞ് ചില കമ്മലും മാല ഊരും, വെള്ളയിടും. അവിടെ ചെന്നാൽ ഭയങ്കര കയ്യടിയാണ്, ഭയങ്കര ആരാധന, ഭയങ്കര തുള്ളലാണ്, ചാട്ടമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ ആകുമ്പോൾ ഇവനിൽ എന്ത് ആത്മാവിന്റെ ഫലം ഇവനിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ദേശി കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫലത്തെ നോക്കി നിങ്ങൾ വൃക്ഷത്തെ തിരിച്ചറിയണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ അവനിൽ ആത്മാവിന്റെ ഫലം ഇല്ലെങ്കിൽ ആത്മാവിന്റെ ഫലം ഏതൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം, അങ്ങനെ 9 ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് അവന് കാണുന്നില്ലെങ്കിൽ ഇട്ടേക്കുന്ന വെള്ളയാ, കമ്മലുമാല ഇല്ല, നല്ല ഒറ്റ ആരാധന മുടങ്ങത്തില്ല, ബൈബിൾ സ്റ്റഡി ഉണ്ട്, എന്താ പറയാ, ബൈബിൾ പ്രബോധനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവന് മറ്റുള്ളവരുടെ സ്നേഹമില്ലെങ്കിൽ ഹല്ലേലൂയ സ്വന്തം സഹോദരനെ അവിടെ കാണുന്ന കൂടെ ഉള്ള കൂട്ടുവിശ്വാസം അവന് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മറ്റുള്ള പാസ്റ്റർമാരുമായിട്ട് മത്സര ബുദ്ധിയോടെ അവൻ നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ പല സ്വഭാവങ്ങൾ അവനിൽ ഇരിക്കുന്ന ഫലം ഏതെന്ന്. ദൈവത്തിന്റെ വചനത്തെ കച്ചവടമാക്കുന്നതാണോ? ദൈവം നമ്മളെ എവിടെ ഇരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് വെച്ചാൽ യേശു കർത്താവ് ഇരിക്കുന്നിടമായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മളെ ഇരുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ ആഗ്രഹം അതായിരിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിലുള്ള വേറെ എവിടെയെങ്കിലുമൊക്കെ കയറിയിരിക്കാൻ, കസേര കയറിയിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളിലുള്ള സ്പിരിറ്റ് ഏതാണെന്ന് നമ്മൾ ആദ്യം വിവേചിച്ചു നോക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്നതിൽ ഞാൻ പറയാം, ഒരു 99% ആൾക്കാരിലിരിക്കുന്ന സ്പിരിറ്റ് ഏതാണെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇത് സ്വാഭാവികമായിട്ട് വന്നൊന്നുമല്ല, ഇതിങ്ങനെ സംഭവിക്കേണ്ടത് തന്നെയാണ്. 2024 അവസാനത്തിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞ്, നെല്ലും പതിരും ഈ വർഷം ദൈവം വേർതിരിക്കും കേട്ടോ. 25 പഴയതുപോലെ ഒന്നിച്ചങ്ങ് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശു കർത്താവിന്റെ കാലത്ത് ശിഷ്യന്മാരിങ്ങനെ പോകുമ്പോൾ അവിടെ നല്ല വിത്ത വിതച്ച് അതിന്റെ ഇടയ്ക്ക് കളയും കൂടെ വിതച്ച് പോയിട്ട് കള പിഴുത് കളയട്ടെന്ന് ഇപ്പൊ കർത്താവ് വേണ്ട, ആ നല്ല വിത്തിന്റെ കൂടെ കളയും കൂടെ വളർന്നോട്ടെ, നമുക്ക് കൊയ്ത്ത് കാലം ആകുമ്പോൾ കൊയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് കള കെട്ടിയിട്ട് നമ്മൾ എന്ന് തീയിലിട്ടേക്കാവെന്ന് പറയും. അപ്പൊ ഇതുവരെ നമ്മുടെ സഭയ്ക്കുള്ളിൽ കളയുമുണ്ട്, നല്ല വിത്തുമുണ്ട്. പക്ഷെ ഇതിനെ വേർതിരിക്കും. കർത്താവിന്റെ വരവെങ്കിലല്ലേ വേർതിരിപ്പ് നടക്കാൻ പോകുന്നത്. കർത്താവിന്റെ വരവിന് മുമ്പേ വേർതിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ ഇന്നലെ എന്നോട് സിസ്റ്റർ പറഞ്ഞ്, മിനി സിസ്റ്റർ അന്ന് പറഞ്ഞില്ലേ ഇതുപോലെ വേറെ ആരണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മെയിൻ സിസ്റ്റം പറഞ്ഞായിരുന്നല്ലോ നെല്ലും പതിരും വേർതിരിക്കുമെന്ന്. ഞങ്ങളുടെ സഭയിലൊക്കെ കൂട്ടയടി നടക്കുമെന്ന്. ഞാൻ ഇപ്പൊ 2 ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഭയങ്കര അടിയാ സിസ്റ്റർ, അയ്യോ പുറത്തു പോലും കാണാൻ പറ്റുന്നത് ഇതുപോലെ അടിയാ, അതുപോലെ അടിയാ, എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ചിരിച്ച്, ഞങ്ങളുടെ സഭയിൽ വന്നിട്ട് പറയാം, ഞങ്ങളുടെ സഭയിൽ മാത്രമല്ല വേറെടുത്ത് ഇത് തന്നെയാ. 2 പാരമ്പര്യ പെന്തക്കോസ്ത് സഭ കേട്ടോ. ഹല്ലേലൂയ. 2 ഇത് തന്നെ നടക്കുന്നത്. എന്താ? ഹല്ലേലൂയ. അവിടെ ചിലതിനെയൊക്കെ വേർതിരിച്ചേ പറ്റത്തുള്ളൂ. അവരുടെ ശരിക്കുള്ള സ്വഭാവം എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ പണ്ട് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ. അപ്പോൾ പറയും, നമ്മുടെ അവിടെയുള്ള ആൾക്കാരൊക്കെ മുടങ്ങാതെ 5 നേരം നമസ്കരിക്കും, ഫാസ്റ്റിംഗ് ടൈമിൽ മുടങ്ങാതെ ഫാസ്റ്റിംഗ് എടുക്കും. പക്ഷെ അവർ പള്ളിയിൽ നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചെന്നിട്ട് നമ്മൾ പിടിച്ചിട്ട് കർണക്കുറ്റിക്കൊന്ന് കൊടുത്താൽ അറിയാം ഇവരുടെ ഹല്ലേലൂയ എന്താ ഇവരുടെ പ്രതികരണം എന്നറിയാം. അപ്പൊ അറിയാം ഇവന്റെ പറഞ്ഞിരിക്കുന്ന ഇവൻ ചെയ്യുന്നത് ഇവന് എങ്ങനെ ക്ഷമിക്കാൻ കഴിയാത്ത ഒരു അവൻ തിരിച്ചപ്പ തന്നെ ഒന്നടിച്ചവൻ 2 അടിക്കും, ഒരു സംശയം വേണ്ട, അല്ലേ? കാണുക വെച്ചാ. പക്ഷേ ഈ അടി കൊണ്ട മിണ്ടാതെ പോകുന്ന ആരെന്ന് വെച്ചാ
ദേവദാസന്മാരെ പോകത്തുള്ളൂ. അത് ഇപ്പോഴത്തെ ദേവദാസന്മാരൊക്കെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല, ഒന്ന് സൂക്ഷിച്ച് നോക്കണം. കാരണം ചിലരൊക്കെ എയർപോർട്ടിൽ നിന്ന് വിളിച്ച വീഡിയോ ഒക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. ഹാലല്ലേ, അത് കാരണം അതുകൊണ്ട് അതിപ്പോ പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിച്ചു വരുന്ന വിഷയം യഹോവ ഭക്തിയാണ്. എന്തുകൊണ്ടാ ഇത് ഇന്ന് ദൈവജനത്തിന് പോലും എന്ത് കള്ളത്തരം കാണിക്കാൻ, എന്ത് കപടത കാണിക്കാനും മടിയില്ലാതായിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള ഭക്തി കുറഞ്ഞു, എന്ന് വെച്ചാൽ ഭയം കുറഞ്ഞു. ദൈവത്തെ ഭയപ്പെടണമെന്ന് പലരും പഠിപ്പിക്കൊണ്ട്, എന്തിനാ ദൈവത്തെ ഭയപ്പെടും, നമ്മുടെ അപ്പനല്ലേ, അപ്പനെ മക്കളെന്തിനാ എത്ര പേടിക്കുന്നത്? ആ പേടിയെ കുറിച്ചല്ല നമ്മൾ ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പഠിപ്പിക്കുന്നത്. ഹാലേലിയ. നമ്മുടെ ദൈവം നമുക്ക് അപ്പനായിരിക്കും പോലും നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുമ്പോ പണ്ട് ഇസ്രായേൽ ജനം എന്താ പറയുന്നത്, മോശെ നീ പോയി വല്ലതും ചോദിച്ചിട്ട് കേട്ടിട്ട് ഞങ്ങളോട് ഒന്ന് പറഞ്ഞാൽ മതി, ആ ശബ്ദം പോലെ ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത്രത്തോളം ഭയപ്പെട്ടിരുന്നു. ഹാലലിയ. ഇന്ന് ആ ഭയം എവിടെ? നമുക്ക് യഹൂദന്മാരെ കുറിച്ച് കേൾക്കാം, അവര് യഹോവ എന്ന് യാഹെന്ന് എഴുതുന്ന ആ പെണ്ണ് ഒരാഴ്ച എഴുതാൻ നിബ് ഒടിച്ചു കളയുന്ന, അപ്പൊ അത്രയ്ക്ക് അവര് ആ വാക്ക് വായിലെടുക്കാൻ പോലും അവര് ഭയപ്പെടുന്നു ഇന്നും. ദൈവമക്കൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ചില സമയത്തൊക്കെ ചെറിയ ഈ എന്താ ന്യൂ ജനറേഷൻ ദേവദാസന്മാരൊക്കെയാണ് അത്. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വിളിക്കുകയാണ്. ഇത് കസേര എന്നിട്ട് മേശയുടെ കാലും പൊക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കാല് കാത്തിട്. അപ്പൊ ആന്റി എന്താ ന്യായപ്രമാണത്തിന്റെ സ്പിരിറ്റ് ആണ് ആന്റിയിൽ, എന്നോട് എടുത്ത വായില ചേച്ചി. ഞാൻ പറഞ്ഞു ന്യായപ്രമാണ സ്പിരിറ്റ്, നീ കാല് കാത്തിടാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് അതെന്താ കാല് പൊക്കി വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കേൾക്കുന്നത്? നീ കാല് പൊക്കി വെച്ച് പ്രാർത്ഥിച്ചാലും നീ കടന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമായിരിക്കും. പക്ഷേങ്കില് നമ്മുടെ ദൈവത്തെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന ഒരു പൊസിഷൻ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. പക്ഷേ നീ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മകനായിട്ട് നിന്നല്ല പ്രാർത്ഥിക്കണം, നീ ദൈവദാസനായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം. ദാസൻ യജമാനന്റെ മുമ്പിൽ എങ്ങനെയായിരിക്കണം നിൽക്കേണ്ടുന്നത് അല്ലേ? ശുശ്രൂഷിക്കാനൊക്കെ വിജി സിസ്റ്ററെ, ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ദൈവദാസയാണോ ദൈവത്തിന്റെ മകളായിട്ടാണോ നിൽക്കുന്നത് ശുശ്രൂഷിക്കാനായിട്ട്? നീ ശുശ്രൂഷക്കാരായിട്ട് നിൽക്കണം. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷനാകുമ്പോൾ ഹാലേലൂയ, ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ദാസനാ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അവരാണ് വലുത്. ശുശ്രൂഷാൻ ആരെങ്കിലും മുൻപരാകാൻ ഇച്ഛിച്ചാ നീ ദാസനായി മാറണം, എന്നാലും മുൻപരാകപ്പ. അപ്പോൾ ആ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ ആരുടെ നാമം എടുക്കുന്ന, ആരുടെ അധികാരം നമ്മൾ എടുക്കുന്നത്? അത് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വേലയ്ക്കായി തന്നിരിക്കുന്ന. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ നിക്ഷേപം ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാണ്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ആ ദൈവത്തെ ഭയപ്പെടേണ്ടത് ഭയപ്പെടണം. നമ്മൾ പേഴ്സണലായിട്ട് ഞാനും ദൈവം മാത്രമുള്ള സംസാരങ്ങളിൽ എനിക്ക് എന്തും പറയാം ദൈവത്തോട്. കാരണം വെച്ചാൽ ചിലപ്പോൾ വഴക്കിടാം, തല്ലുപിടിക്കാം, പെറുപെറുക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പലപ്പോഴും ദൈവത്തോട് വഴക്കിടാറൊക്കെയുള്ള കൂട്ടത്തിന് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഞാൻ ഇച്ചിരി അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ തർക്കിക്കാം, ഇതൊക്കെ ചെയ്യാം നമുക്ക്. എന്ന് വെച്ചാൽ ഞാനും ദൈവം തമ്മിലുള്ള ബന്ധം. നമ്മുടെ മക്കള് നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നമ്മളോട് ചിലപ്പോൾ വഴക്കിടും, ചിലപ്പോൾ തോളെ കയറും, ചിലപ്പം അപ്പന്മാർ താടി പിടിച്ച് വലിക്കും, പോക്കറ്റ് കിടക്കും. പക്ഷെ പബ്ലിക്കിൽ ചെന്ന് നിന്നിട്ട് അവർ ചെയ്യുമോ? ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി അവര് അപ്പനെ ബഹുമാനിക്കുന്ന മക്കൾ തന്നെ ആയിരിക്കണം. മക്കൾ അപ്പനെ ഭയപ്പെടണമെന്നായിരിക്കണം. സ്കൂളിൽ ചെന്ന് അവരുടെ സ്കൂളിൽ ചെന്നിട്ട് ടീച്ചർമാരുടെ പ്രിൻസിപ്പളിന്റെ മുമ്പ് വെച്ചിട്ട് അപ്പന്റെ താടി കയറി പിടിച്ച് വലിക്കും പിള്ളേരാരെങ്കിലും? ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ആ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഹാലേലിയ. ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ, നമ്മൾ വ്യക്തിപരമായിട്ട് ഞാനും ദൈവം കൊണ്ടുള്ളപ്പോ എനിക്ക് എങ്ങനെയും ദൈവത്തോട് സംസാരിക്കാം. ഞാൻ കടന്നുകൊണ്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കും. ദൈവത്തിന് അത് പ്രശ്നമേ അല്ല. ഹാലേലൂയ. കാരണം നമ്മൾ കിടക്കെ കിടന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ അന്യഭാഷയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കിടക്കുക, അത് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരിടത്ത് ശുശ്രൂഷയ്ക്കായിട്ടോ ദൈവത്തിന്റെ വേലയ്ക്കായിട്ടോ നിർത്തുമ്പം നമ്മൾ അവിടെ കൊടുക്കേണ്ട ഡിഗ്നിറ്റി, അവിടെ കൊടുക്കേണ്ട മാന്യത എന്ന് വെച്ചാൽ എന്റെ ദൈവത്തെ എത്രയോ വലിയ ദൈവമാണ്, എത്രയോ പവർഫുൾ ഗോഡാണ്. ആ ഒരു മാന്യതയോടുകൂടി തന്നെ നമ്മൾ നിൽക്കണം. ഇവിടെ ജനത്തിന് ഈ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നെന്ന്. കാരണം ദൈവത്തെ ഏറ്റവും നിസ്സാരമാക്കി കളയുന്നവരിന്ന്. കാരണം ഇതൊരു നിസ്സാര ദൈവം എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മ വ്യാപരിക്കട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ വ്യാപരിക്കുന്നത്. പരിശുദ്ധാത്മ എന്ന് വെച്ചാൽ നമ്മുടെ കളിപ്പുള്ളയല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാക്ഷാൽ സർവശക്തനായ ദൈവത്തിന്റെ യേശുക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് മരിച്ചവന്റെ മേൽ ഉയർത്തെഴുന്നേറ്റന്റെ മേൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് നമ്മുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവിന് ഹാലേലൂയ, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നൊരു കുഞ്ഞ് എന്താ പറയാ, നമ്മുടെ ഈ കുഞ്ഞു മനുഷ്യരുടെ ഉള്ളിൽ വന്ന് അകത്ത് കയറി ഇരിക്കുന്ന നമ്മുടെ വിചാരം ഏതാണ്ട് നിസ്സാര കാര്യമാണെന്നാ. അത് നിസ്സാര കാര്യമല്ല.
ഈ ദിവസങ്ങളിൽ നമ്മൾ മനം തിരിയണം. ഹാലലൂയ. നമ്മൾ ഭയത്തോടും വിറയലോടും കൂടി നമ്മൾ നമ്മളുടെ ദൈവത്തെ തിരിച്ചറിയണം. തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ഭീരത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, സുബോധത്തിന്റെ ആത്മാവിന്റെ, ശക്തിയുടെ ആത്മാവ്. നമ്മുടെ ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാ. നമ്മൾ എവിടെ നിൽക്കുമ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണമെന്ന് ആ ആത്മാവ് നമുക്ക് ഉപദേശിച്ചു തരും. എല്ലായിടവും പോയിട്ട് ഒരുപോലെ നമ്മളെ തന്നെ എടുത്തു നോക്കിയേ. നമ്മളെ വീട്ടിൽ നമ്മളാണ്, നമ്മൾ ഓഫീസിൽ അല്ല, ഓഫീസിൽ നമ്മളാണ്, നമ്മൾ സഭയിൽ നമ്മളായിട്ട് നിൽക്കുന്നത്. ഇനി സഭയിൽ ഒരു വിശ്വാസമായിട്ട് നമ്മളാണ് ഒരു ശുശ്രൂഷിക്കാനായിട്ട് പുൽപ്പറ്റി കയറി നിൽക്കുന്നത്? അല്ല. നമ്മൾ ആ ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ വരുന്ന മാറ്റം അതെന്ന് വെച്ചാൽ സുബോധമാണ്. എല്ലായിടം ചെന്നിട്ട് ഒരുപോലെ പെരുമാറാനുള്ളതല്ല. ഞാൻ വിജയസിസ്റ്റർ വീട്ടിൽ ചെന്ന് അടുക്കള കയറി കണ്ണി കണ്ടതൊക്കെ വലിച്ചെടുത്ത് ഹാലലിയ എന്റെ വീട്ടിലെ അങ്ങോട്ടും ഇട്ട് ഇങ്ങോട്ടും ഇട്ട് ചെയ്യുവോ? ഇല്ല. കാരണം അവിടെ ചെന്ന് നമ്മള് കിച്ചണിലേക്ക് ചിലപ്പോൾ ഒന്ന് കൂടെ ചെന്ന് നിൽക്കുമായിരിക്കും, പക്ഷെ ഒരു സാധനം എടുക്കണം വിജയസിസ്റ്റർ പെർമിഷൻ ഇല്ല നമ്മൾ തൊടത്തില്ല. കാരണം എന്താ? അതാണ് നമ്മുടെ സുബോധം. ഇതെന്റേതല്ല, ഇവിടുത്തെ യജമാനത്തെ ഇവിടെ നിപ്പുണ്ട്, ഹാലലിയ. അവിടുത്തെ പെർമിഷൻ ഇല്ലാതെ, അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്നുള്ളെങ്കിൽ സിസ്റ്റേച്ച് ഒരു വെള്ളം വേണമായിരുന്നു, നമ്മളതല്ല, നമ്മൾ ചാടി കയറി എടുത്ത് കുടിക്കും. ഇല്ല, അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവർക്ക് സുബോധം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഹാലലൂയ, ആമേൻ. അപ്പൊ അതുപോലെ നമ്മുടെ ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാ. അത് ശക്തിയുടെ ആത്മാവാണ്. അത് ഭീരത്വത്തിന്റെ ആത്മാവല്ല. എവിടെ ഞാൻ ഒരാള് ദേഹത്ത് ഒരു ഭൂതം ഇരിക്കുന്ന കണ്ടെന്നിരുന്നു കേട്ടോ, പൈശാചിക ശക്തി ഇരിക്കുന്നുണ്ട്, അയ്യോ ഇതിനെ തൊട്ടാ ഞാൻ നമ്മുടെ കൂടെ വരുവോ, അല്ല നമ്മുടെ വീട്ടിലേക്ക് വരുവോ, ഇതെന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കാനുള്ള ഭീരത്വത്തിന്റെ ആത്മാവിനല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ശക്തിയുടെ ആത്മാവാണ്. ഹാലലൂയ. അപ്പൊ ഇതിനെ അപ്പൊ ഈ ആത്മാവ് നമ്മൾ ഇരിക്കുമ്പം ഈ ആത്മാവിന് എന്തൊക്കെ പവർ ഉണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട് ഓരോ ദിവസം ശുശ്രൂഷയിലും. ഹാലലൂയ. ഈ ആത്മാവ് ഇത്രയും പവർഫുൾ ആയ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നുണ്ട്. ഇത് നിസ്സാരക്കാരനാണെന്ന് ആരും വിചാരിക്കരുത്. ഹാലലിയ. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന് നേരെ ദൂഷണം പറഞ്ഞ പിന്നെ ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് ദുഃഖം വരും, പരിശുദ്ധാത്മാവിന് സന്തോഷം വരും. ഹാലലിയ. പരിശുദ്ധാത്മ അപ്പൊ ഒരു ശക്തി മാത്രം, ഒരു വ്യക്തിയാണ്. എന്റെ കൂടെ എപ്പോഴും ഒരാളുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇതിങ്ങനെ പറയും, നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ വലിച്ചോണ്ട് പോകുന്നു അയാളെ കൂടെ. എനിക്ക് ഇഷ്ടമാ സിനിമ കാണാൻ, വാ നീയും പോരെ. അപ്പൊ പുള്ളിയോർ എനിക്ക് ഇഷ്ടമേ അല്ല സിനിമ കാണാനായിട്ട്, എന്നാലും പോരുമ്പോ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് സിനിമ കാണിക്കാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിക്കേ, ഇത് തന്നെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് വലിച്ചുകൊണ്ട് പോകാൻ നമ്മൾ ഇന്ന്. നമ്മുടെ കൂടെ ഒരു വ്യക്തിയായിട്ട് തന്നെ പരിശുദ്ധന്മാർ കൂടെ നടക്കുന്നത് നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലയിടത്തേക്കും പോകുമ്പോൾ അയ്യോ എന്റെ കൂടെ വരുന്ന ആൾക്ക് ഇത് ഇഷ്ടമല്ലല്ലോ. അവിടെയൊക്കെ നമ്മൾ ഹാലലിയ ആ ഇഷ്ടം നോക്കിയിട്ട് ഹാലലിയ നമ്മുടെ എനിക്ക് ഹാലലിയ ആരൊക്കെ എന്നോട് പിണങ്ങിയാലും വേണ്ടിയില്ല, ഹാലലിയ ആരൊക്കെ എന്നോട് ഹാലലിയ സ്നേഹം പിണങ്ങിയ അത് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ കൂടെയുള്ള ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കത്തില്ല. കാരണം നമ്മൾ ഇത് ചെയ്താൽ ദൈവത്തിന് വേദനിക്കും, ദൈവത്തിന് വിഷമമാകും, ദൈവത്തിന് സങ്കടമാകും. ഹാലലൂയ. ദൈവത്തിന് സങ്കടമൊക്കെ ഉണ്ടോ സിസ്റ്റർ എന്ന് ചോദിക്കും. ദൈവത്തിന് സങ്കടം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. യേശു കരഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട് വചനത്തിൽ. ഹാലലൂയ. പണ്ടൊരിക്കൽ ഞാനിതിനെ യേശു കരഞ്ഞ ഒരു ഫോട്ടോ എടുത്ത് ഞാനിങ്ങനെ അതിൽ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ഭയങ്കര സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ ആ ഫോട്ടോ ഇങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു യേശുക്കർത്ത ഇങ്ങനെ അവരും കരയുന്നതായിട്ട് ഫോട്ടോ ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ അടുത്തപ്പോൾ എന്നോട് ഒരു ദൈവവേദല്ല നല്ല കുറെ ലീഡർ സ്ഥാനത്തൊക്കെ നിൽക്കും. അയ്യോ സിസ്റ്റർ യേശു കർത്താവ് കരയൂ, എപ്പോ കരഞ്ഞേക്കുന്നത്? ഞാൻ പറയോ എന്നെ സുവിശേഷം എടുത്ത് വായിച്ചു നോക്ക്, അവിടെ യേശു കണ്ണുനീർ പത്ത് യേശു കരഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ വചനപ്പോ ഞാൻ എടുത്തിട്ട് കൊടുത്തു. അപ്പൊ ഇന്ന് പലർക്കും അറിയില്ല യേശു കരയൂന്ന് പോലും. യേശു ചിരിക്കുവോ? ചിരിക്കും. യേശു കരയും. കാരണം യേശു നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനെ പോലെ തന്നെ വന്ന് എല്ലാ സെൻസും നമ്മുടെ ഏത് വിഷമം പറഞ്ഞാലും ഏത് പ്രയാസം പറഞ്ഞാലും യേശു കർത്താവ് അപ്പൊ നമ്മളോട് പറയും, മോളെ ഇതെനിക്ക് അറിയാം നന്നായിട്ട്, കാരണം ഇത് ഞാൻ അനുഭവിച്ചതാ. നമ്മളെ കർത്താവ് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ സങ്കടം കേൾക്കാൻ പോലും ആരുമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നീ ഒന്ന് നോക്കിയേ ആമേ അവിടെ എന്നെ പിടിച്ചുകൊണ്ട് പോയി നിർത്തിയപ്പം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിപ്പോയി, ആരും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. കൂടെ ഉണ്ടായ ശിഷ്യന്മാര് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒറ്റപ്പെടലിന്റെ വേദന ഞാൻ അനുഭവിച്ചതാണ്. നമ്മൾ വേദന ശരീരത്തിന്റെ വേദനയെ കുറിച്ച് ആർക്കെല്ലാം രോഗമാണ്, എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, തളർന്നു കിടക്കുന്നു, എന്തൊക്കെ പറഞ്ഞ കർത്താവ് നീ നോക്ക്, കുരിശിലേക്ക് നോക്ക്, ഞാനും അങ്ങനെ തന്നെ കിടന്നതാണെന്ന് പറയും. അപ്പൊ കർത്താവിന് അനുഭവിക്കാൻ നമ്മൾ അയ്യോ ഭയങ്കര നിന്നയാണ് നമുക്ക്. കർത്താവ് അനുഭവിച്ച നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടില്ല, കർത്താവ് അനുഭവിച്ച പരിഹാസം നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഹാലലിയ. കർത്താവിനെ
ക്രൂശിക്കടക്കം മാത്രമല്ല, വേശ്യാപുത്രനെന്നും ഹാലയിലെ കള്ളൻ, തച്ചന്റെ മകനെന്നും കള്ളനെന്നും ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങളെ പുറത്ത്, അങ്ങനെ പലതും യോഹന്നാൻ സുവിശേഷത്തിനകത്ത് ഒരു അധ്യായത്തിനകത്ത് തന്നെ ഇതെല്ലാം വിളിച്ചിട്ടുണ്ട്. ഹാലേലിയ. ഞങ്ങൾക്ക് പല തന്തമാരില്ല, ഞങ്ങൾക്ക് അബ്രഹാം ഒരു പിതാവേ ഉള്ളതെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു പിതാവല്ലെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ എല്ലാം. അപ്പൊ കർത്താവിനെ വിളിക്കാത്ത, കർത്താവിന്റെ മേൽ വരാത്ത ഒരു നിന്ദയും നമ്മുടെ മേൽ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ നിന്ദ വരുമ്പോ നമുക്ക് എത്ര വേദനയാ, നമ്മുടെ ശരീരത്തിൽ ചെറിയ മുറിവ് നമുക്ക് എത്ര വേദനയാ. ഹാലേലിയ. നമ്മൾ ഇതൊക്കെ ദൈവം എന്തിനു വേണ്ടിയാ നമുക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തത്, എന്തിനു വേണ്ടി ഇതൊക്കെ സഹിച്ചെന്ന് ചോദിച്ചാൽ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്. അല്ലെ, നമുക്ക് വേണ്ടിതാ. അപ്പൊ നമ്മളെ സ്നേഹിച്ച്, ഇത്രത്തോളം നമ്മളെ സ്നേഹിച്ച്, സ്വന്തം പ്രാണൻ കൂടി നമുക്ക് തന്ന, അവസാനത്തുള്ള രക്തം വരെ തന്ന നമ്മളെ സ്നേഹിച്ച കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും വേണ്ടെന്നൊക്കെ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ട്യൂഷൻ വിടാനും ഹാലിലെ മറ്റെല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. പക്ഷെ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കാനോ ഹാലി വേദപഠന ക്ലാസ് വിടാനോ ചർച്ചിൽ കൊണ്ടുപോകാനോ ചിലപ്പോൾ പലരും അത് വേണ്ടെന്ന് വെച്ചിട്ട് സൺഡേ പോലും ട്യൂഷന് വിടും, ഇല്ലേ? എന്താണ് അവർക്ക് ഹാലല്ലേ ആ ദൈവത്തെ കാട്ടി ഉപരിയായിട്ട് അവര് കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും, അല്ലെ അവരുടെ വിദ്യാഭ്യാസത്തിന്, ഈ ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഞാൻ എപ്പോഴും പറയും, ഈ ലോകത്തിന്റെ ഏത് വലിയ പൊസിഷനുള്ള ജോലിയെക്കാട്ടി ഏറ്റവും നമുക്ക് അഭിമാനമാകുന്നത്, ഏറ്റവും സന്തോഷമാകുന്നത് ദൈവത്തിന്റെ വേല ചെയ്യുന്നതിൽ തന്നെയാണ്. ആമേൻ, ഹാലല്ല. ഞാൻ എന്റെ മോളോട് പറഞ്ഞത്, നീ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് കർത്താവിന്റെ വേല മറന്നു പോകരുത്. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അത് എന്നെ സന്തോഷിപ്പിക്കുന്നു. എന്റെ കുഞ്ഞിപ്പോ ചർച്ചിൽ പോയി മെസ്സേജ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അവർക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറയുന്നതിനെക്കാട്ടി സന്തോഷം എനിക്ക് അതിനുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ആ കർത്താവിന്റെ അവിടെ പറയാ അവന്റെ പ്രമോദ യഹോവ ഭക്തി തന്നെ ആയിരുന്നു. എബ്രായ ലേഖനത്തേക്ക് പോയി കഴിഞ്ഞു. എബ്രായ 5-ാം അധ്യായത്തിന് 7-ാം വാക്യം ഒന്ന് വായിക്കാം സിസ്റ്ററെ. ഹല്ലേലൂയ. 7 അല്ലേ? ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിന്റെ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എങ്ങനെ ഉത്തരം ലഭിച്ചെന്ന് അറിയിക്കുന്നത്? ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുന്നത്. ആരെ കുറിച്ച് ഇത് പറഞ്ഞേക്കുന്നത്? യേശു കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ യേശു കർത്താവിന് ദൈവത്തിൽ നിന്നൊരു ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് അഭയത്തിന് കണ്ണുനീരോട് അപേക്ഷിച്ചു. പക്ഷെ ഉത്തരം ലഭിച്ച എങ്ങനെ പറയുന്നത്? ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. അപ്പൊ നമുക്ക് പലർക്കും ഉത്തരം ലഭിക്കാത്തതിന്റെ കാര്യം എന്താ? ഭയഭക്തിയോടല്ല നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ പറയുന്നത് നമ്മുടെ യാക്കോബ് പറഞ്ഞ കണക്ക് നമ്മുടെ ഇച്ഛകൾ ചെലവിടേണ്ടത് തന്നെ വല്ലാതെ യാചിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധി ചെന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? അവന്റെ ഹിതപ്രകാരം നിങ്ങൾ എന്തെങ്കിലും ചോദിപ്പിന്, അത് നിങ്ങൾക്ക് ലഭിക്കും. ആരുടെ ഹിതപ്രകാരം നമ്മൾ ചോദിക്കേണ്ടുന്നത്? ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ദൈവത്തിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം നിറച്ചു തരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ. ആദ്യം ഇരുന്നിട്ട് ഞാൻ ഒരു പാട്ട് എഴുതണമെന്ന് ഞാൻ ദൈവത്തോട് ആഗ്രഹിച്ചൊരാഗ്രഹം പറഞ്ഞപ്പം 24 മണിക്കൂർ കൊണ്ട് എന്നെ 10 പാട്ട് ദൈവം എഴുതിപ്പിച്ചു. ചോദിച്ചത്ര 1, തന്നതത്ര 10. എന്തിനു വേണ്ടിയാ ചോദിച്ച്? കർത്താവെ അങ്ങേ സ്തുതിക്കുന്ന എല്ലാവരും എനിക്കൊരു വർഷിപ്പ് സോങ് എഴുതണം, വലിയ ആഗ്രഹം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അതുവരെ ഒരു വരി പോലും എഴുതിയ ശീലമില്ലാത്ത, ഒരു കലാപരം ഒരു കഴിവില്ലാത്ത എന്നെ കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ 10 പാട്ട് എഴുതിച്ചു. എന്നിട്ട് ദൈവം ചോദിച്ചു, അന്ന് ഞാൻ സാമ്പത്തികമായിട്ട് അന്നും നല്ല ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്ന സമയമാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് 10 മില്യൺ തരാൻ എനിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഞാൻ പറയും, ഇല്ല കർത്താവേ. ഹാലയില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എത്ര സമ്പത്തുണ്ടെങ്കിലും നമുക്കൊരു കലാപരമായ ഒരു കഴിവൊന്നും അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദൈവം അതുവരെ ഇല്ലാത്തൊരു കഴിവ്, എനിക്ക് 1% കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവനെ കൊണ്ട് എഴുതിക്കത്തില്ല. കാരണം ഞാൻ വിചാരിക്കാൻ ഈ 1% ദൈവം ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിക്കും. പക്ഷേ ആ 1% പോലും ഇല്ലാത്തത് കൊണ്ട് ദൈവം തന്ന പറയും, ഇത് 100% ദൈവത്തിന്റെ കൃപ തന്നെയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അന്ന് ദൈവം തന്ന കൃപ ഇപ്പോഴും ഉണ്ട്. എത്രയോ പാട്ടുകൾ എഴുതി, ഇപ്പോഴും പാട്ടുകൾ എഴുതണം. നമ്മളിങ്ങനെ എഴുതി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു പാട്ട് 5 മിനിറ്റ് 10 മിനിറ്റിൽ പാട്ട് എഴുതാൻ കഴിയും. ഈ കൃപ ദൈവം അന്ന് പകർന്നതാണ്. അപ്പൊ ദൈവം എന്തിനു വേണ്ടി നമ്മൾ ചോദിച്ചു? ഞാനത് കച്ചവടമാക്കാൻ വേണ്ടി ചോദിച്ചതല്ല. പലരും എന്നെ ചോദിച്ചു, സിനിമയ്ക്ക് പാട്ട് എഴുതി തന്നൂടെ, അതിന് പാട്ട് എഴുതി. ഞാൻ പറയും, ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പഠിച്ചു കൊണ്ടുവന്ന സാധനമല്ല, ഇത് ദൈവം തന്നത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. നമ്മുടെ ഒരു ആൽബം നമ്മൾ ചെയ്തപ്പോഴും മനോരമ മ്യൂസിക്കാർ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തില്ല. കാരണം അവർക്ക് കൊടുത്ത് നല്ല കാശ് കിട്ടും. എന്നോടെല്ലാം നല്ല കാശ് കിട്ടും ആന്റി, നമുക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞു, നോ,
കാരണം ദൈവം തന്നതാണ്, കാശിന് വിൽക്കാൻ വേണ്ടി തന്നതല്ല. ഹാലല് ദൈവം പറയട്ടെ എന്നിട്ട് കൊടുക്കാം. ഹാലലിയ. അത് നമ്മൾ ഹാലല്ല നമുക്ക് ദൈവം തന്ന ഹാലലിയ ഓരോ കാര്യം എന്തിനു വേണ്ടി ദൈവത്തിന് വേണ്ടി ചോദിച്ചു. ദൈവത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു. ഹാലലിയ. അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ച് ഹാലലി. ഞാൻ വിശ്വാസത്തിൽ 2 മാസം ഇപ്പൊ എന്നെ കൊണ്ട് വചനം ശുശ്രൂഷിപ്പിക്കാൻ തുടങ്ങി, പ്രവചിപ്പിക്കാൻ തുടങ്ങി, രോഗശാന്തി ഇതെല്ലാം ദൈവം ചെയ്യിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ചോദിച്ചതെല്ലാം ദൈവം എനിക്ക് നിറച്ചു തന്നു. നമ്മൾ ചോദിക്കുന്നതിനെക്കാട്ടി നിനക്കുന്നതിനെക്കാട്ടി അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപക ശക്തിയാ കഴിയുമെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിന്റെ നിനക്കുന്നതിനെക്കാട്ടി ഒക്കെ ചോദിക്കാത്തതും കൂടെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ചോദിച്ച് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് ദൈവം അനങ്ങുന്ന പോലും ഇല്ല. എന്താ കാര്യം? അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതല്ല നമ്മൾ ഈ ചോദിക്കുന്നത്. ചിലപ്പോ അത് തന്നു കഴിഞ്ഞാൽ നീ ദൈവസന്നിധി കാണത്ത പോലും ഇല്ല ദൈവത്തിന്, അതുകൊണ്ടാണ് തരാത്തത്. അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ച സമയത്തൊക്കെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ കാണുമായിരുന്നു? ഇല്ല. കാരണം വെച്ചാ ചില വിഷയങ്ങൾ, ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറാതെ നിന്നെങ്കിൽ അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ വിഷയം നിവർത്തിച്ചാൽ ദൈവത്തിന് 1 സെക്കൻഡ് പോലും വേണ്ട. പക്ഷെ ദൈവത്തിന് ഇമ്പോർട്ടന്റ് നിനക്കിത് സാധിപ്പിച്ചിരുന്നല്ല നിന്നെ എന്റെ സന്നിധിയിൽ കാണുക എന്നുള്ളത്. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വിചാരങ്ങളും അറിയുന്ന ദൈവം നമ്മുടെ ദൈവം. നമ്മൾ ചിന്തിക്കണമെന്ന് ചിന്തിക്കാൻ പോലെ എന്താണെന്ന് അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ആമേ. ഗിദെയോനോട് പറയുന്ന നീ ആമേ ഹാലലി അവിടെ ചെല്ലുന്ന ശത്രുപാളയത്തിന് അടുക്കിലേക്ക് ചെല്ലുമ്പം ഹാലലിയ അവിടെ അവൻ സ്വപ്നം കണ്ടത് പറയാ, അത് കേൾക്കും. അപ്പൊ നിനക്ക് അപ്പം അവൻ സ്വപ്നം കാണുന്ന ദൈവം പറ്റുന്ന അവൻ എന്താ സ്വപ്നം കാണാൻ പോകുന്നതെന്ന്, എന്താ പ്രിയത്തെ ഉരുണ്ട് വരുന്നു, കൂടാരത്തെ ഇടിച്ച് പൊളിച്ച് കളയുന്നു, ഇതൊക്കെ ഹാലലി. അപ്പൊ എന്താ കാണാൻ പോകുന്നതെന്നും ദൈവത്തിന് കണ്ടു വെച്ചാൽ ഒരാൾ ചിന്തിക്കാൻ പോകുന്ന, അല്ലെ സ്വപ്നം കാണാൻ പോകുന്ന, അല്ലെ അടുത്ത ദിവസം എന്താ ചെയ്യാൻ പോകുന്നത് ദൈവത്തിന് ഇന്നേ അറിയാം. നമ്മൾ അടുത്ത മാസം എന്താ അടുത്ത വർഷം എന്താ ദൈവത്തിന് ഇപ്പോഴേ അറിയാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അറിയുന്ന ദൈവം. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ എന്തിനു ചോദിക്കുന്നു? ഇത് തന്നാൽ നാളെ റിസൾട്ട് എന്താ? ദൈവത്തിന് അറിയാം റിസൾട്ട് എന്താന്ന്. അപ്പൊ നമ്മുടെ പല കാര്യങ്ങളും സാധിക്കാത്തതിന്റെ കാര്യം ദൈവത്തിന് റിസൾട്ട് അറിയാം. ഇപ്പൊ തന്നാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ആമേ. സമയമാകുന്നതിന് മുമ്പ് ഇത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ കാണത്തില്ല. ഇതുപോലെ ദൈവസന്നിധി കാണത്തെ. അപ്പൊ ദൈവത്തിന് നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാ നമ്മുടെ പല വിഷയങ്ങളും ഡിലേ ആയി പോകുന്നു. പക്ഷെ നമ്മൾ അവിടെയൊക്കെ നമ്മൾ ക്രമപ്പെട്ട് നമ്മൾ ആ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ സെക്കൻഡ് നമ്മുടെ ഡെലിവറൻസാ. പലരും എന്നോട് പറയും മിനിസ്റ്ററെ പ്രാർത്ഥന ഇത്ര ദിവസം ആയാലും ഇങ്ങനെ. അപ്പൊ ഞാൻ പറയും ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിയില്ല. ഹല്ലേലൂയ. അത് എത്തുന്ന സമയത്ത് കിടക്കാം. അപ്പൊ ഇതെനിക്കറിയാം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ എന്നൊരു പിശാചിനെ ശാസിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ബിജി സിസ്റ്ററെ? ഞാനും എന്നിട്ട് പിശാച അതൊക്കെ പിശാചൊന്നും അല്ല പ്രശ്നം. പ്രശ്നം നമ്മൾ തന്നെയാ. ഇത് നമുക്ക് തന്നെ അറിയാം. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ചിലതൊക്കെ കൂടെ ചില കാര്യങ്ങളിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക്. അപ്പം ദൈവത്തിന്റെ ദൈവത്തോടുള്ള ഭക്തി ഹല്ലേലൂയ. സ്നേഹത്തിന് ഭയമില്ല. ഹല്ലേലൂയ. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് സ്നേഹത്തിന് ഭയമില്ല. ഭയത്തിന് ഹല്ലേലൂയ ദണ്ഡനമില്ല. ഹല്ലേലൂയ. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ സ്നേഹത്തിന് ഭയം. അപ്പൊ നമുക്ക് ദൈവത്തോട് സ്നേഹം വർദ്ധിച്ച് വന്ന് നമുക്ക് ഭയം മാറിപ്പോകും. ഇല്ലേ? നമ്മൾ ദൈവവുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാ. ഞാൻ എന്ത് പറഞ്ഞാലും പറയുന്നതിന് ദൈവം അറിയുന്നു. എനിക്ക് എന്ത് കാര്യം പറയുന്നത് ദൈവം സാധിപ്പിച്ചു. അല്ലെങ്കിൽ ഞാൻ അത്ര ബോണ്ട് റിലേഷനില്ല ദൈവമായിട്ട്. പിന്നെ നമ്മൾ ഭയപ്പെടുവോ? ഇല്ല. ദൈവത്തോടെ സ്നേഹം വന്ന ഭയമില്ല. പൗലോസ് അപ്പോസ്തലനെ എടുത്തു നോക്ക്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ മരിക്കാൻ പോലും ഞാൻ റെഡിയാ. എന്താ? എനിക്ക് കർത്താവിനോട് ചേർന്ന് ഏറ്റവും ഇഷ്ടം. മരിച്ചാൻ കർത്താവിനടുത്ത് ചെല്ലുമ്പോൾ അത് ഏറ്റവും സന്തോഷം. ഞാൻ ചോദിക്കാൻ മരിക്കാൻ ഭയമില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ എന്തുകൊണ്ട് നിങ്ങൾ പേടിപ്പിക്കുന്നേ? ഹല്ലേലൂയ. എന്തുകൊണ്ടാ പേടിപ്പിക്കുന്നേ? വാള് കാണിച്ച് പേടിപ്പിക്കാൻ, പട്ടിണി കാണിച്ച് പേടിപ്പിക്കാൻ പറ്റുമോ? തടവറ കാണിച്ച് പേടിപ്പിക്കാൻ പറ്റും? ഒന്നും കാണിച്ച് പേടിപ്പിക്കും. കാരണം അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ മരിക്കുന്ന എനിക്ക് ലാഭം. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് എന്നോട് ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ ജീവൻ ഭയങ്കര വെല്ലുവിളി നടക്കും. ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ പെട്ടെന്ന് അങ്ങ് പോകാമല്ലോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ജീവിക്കണമെന്ന് മരിക്കാൻ ഭയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ കർത്താവിന്റെ അടുക്കലേക്ക് പോകുന്ന പ്രത്യാശ ഇല്ലാത്തവരാ. നമ്മൾ ഈ ഭൂമിയിൽ ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, ഓരോ ദിവസവും ക്രമപ്പെടുത്തി ജീവിക്കുന്ന എന്തിനാ സിസ്റ്ററെ? നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹത്തില്ല. ഇന്നിപ്പോ നമ്മളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? അത്രയും ഇനി നാളെയാണ് ഇവിടെ ജീവിച്ചിട്ട് വല്ല പാവത്തിലും വിട്ട് ഇനി പോകാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ അങ്ങ് പോകാൻ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് വിചാരിക്കണം. അപ്പൊ കർത്താവിന്റെ അടുക്കിലേക്ക് പോകാൻ. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ പ്രത്യാശ കർത്താവിലാകണമെങ്കിൽ, നമ്മുടെ സ്നേഹം കർത്താവിനോടാണെങ്കിൽ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ ലോകത്ത് കർത്താവാണെങ്കിൽ നമ്മൾ മറ്റുള്ളതിനെ ഭയപ്പെടത്തില്ല. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നേ. ആരോടുള്ള തികഞ്ഞ സ്നേഹം? ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം.
ദൈവത്തോളം സ്നേഹം വരുമ്പോ മറ്റ് ഭയങ്ങൾ നമ്മളെ വിട്ടുമാറും. ഹാലലൂയ. ആമേൻ. ദൈവത്തോളം ഭക്തി. ഹാലലൂയ. ആമേൻ. ആ ഫിയർ ഓഫ് ദി ലോർഡ് നമ്മൾ വരുമ്പോൾ നമുക്ക് ജ്ഞാനം വരും, പരിജ്ഞാനം വരും, വിവേകം വരും. ഇതെല്ലാം വരുമ്പോ എന്താ, ഈ ലോകത്തിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലെന്നുള്ള ബോധം നമുക്ക് വരും. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നത് ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഭയപ്പെടണം. നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടാറുണ്ട്. എന്താ? ഹാലലിയ. ദൈവത്തിനെ പേടിച്ചിട്ട് ഭയപ്പെടും. എന്ന് വെച്ചാൽ പേടിച്ചിട്ട്, അയ്യോ നമ്മൾ ഇത് ചെയ്താ ഇങ്ങനെ വല്ല പിള്ളേരെ നമ്മൾ പറയും, മോനെ അത് എടുത്തു കഴിഞ്ഞാൽ അടിയുള്ളൂ കേട്ടോ, അല്ലെ അയ്യോ ഞാൻ അടിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എടുക്കത്തില്ല കുഞ്ഞുങ്ങള്. ഈ ഭയമല്ല നമുക്ക് ദൈവത്തോട് വേണ്ടത്. ദൈവത്തോട് സ്നേഹിച്ചിട്ട് ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ആ സ്നേഹത്താലുള്ള ഭയം എങ്ങനെ വരച്ചാൽ ഇത് ഓരോ ദിവസം കുഴയും തോറും കൂടി കൂടി വരും. കാരണം വെച്ചാൽ നമുക്ക് സ്നേഹം നമ്മൾ വർദ്ധിച്ച് വരണം. ഈ സ്നേഹം വർദ്ധിച്ച് വരുമ്പോഴത്തേന് നമ്മളിലുള്ള ദൈവത്തെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്യാതിരിക്കാൻ വേണ്ടി, നമ്മൾ ഓരോ ദിവസം നമ്മൾ ആ വിശ്വാസത്തിൽ വന്ന സമയത്തുള്ളത് പോലാണ് നമ്മുടെ ലൈഫ്. ഇപ്പൊ ഒത്തിരി നമ്മൾ കാര്യങ്ങൾ വിട്ട് കളഞ്ഞല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് ലോകത്തോടുള്ള സ്നേഹം കുറഞ്ഞു വരും. പണ്ടൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന പല ലോക കാര്യങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ ദൈവത്തോട് അടുത്തടുത്ത് വരും. അപ്പം യഹോഭക്തി നമ്മുടെ ജീവിതത്തിൽ ആ ദൈവഭക്തി ദൈവത്തെ ആരും നിസ്സാരമായി കാണരുത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ സ്വന്തം അപ്പനാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തോ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ച് മരിക്കുന്നു പറയുമ്പോൾ ആ ദൈവത്തെ നിസ്സാരമായി കാണരുത് ആരും. ദൈവം എപ്പോഴും സാക്ഷാൽ ദൈവ സർവശക്തനാണ്. അഖിലാണ്ടത്തെ ഉടയവനാണ്. ആ ദൈവത്തിന്റെ വലിപ്പം സ്വർഗത്തെ തന്റെ സിംഹാസനമാക്കി ഭൂമിയെ പാദപിടമാക്കിയിരിക്കുന്ന ആ ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഫിയർ ഓഫ് ദി ലോർഡ് ദൈവത്തോടുള്ള ആ ഭയഭക്തി ആ ഭയഭക്തി ഓരോ ദിവസവും തികഞ്ഞു വരാം. നമ്മളെ കണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ കള്ളത്തരം കാണിക്കുന്നതും കപടത കാണിക്കുന്നതും കണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ അവർ അങ്ങനെ തന്നെ ആയിപ്പോവും. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ട് നമ്മൾ മാതൃകയായിക്കണം. അതുപോലെ നമ്മുടെ സഭയിലുള്ള വിശ്വാസികളാണെങ്കിൽ, നമ്മൾ കൂട്ടായ്മയുള്ള വിശ്വാസികളാണെങ്കിൽ, അയ്യോ ആ സിസ്റ്റർ മൊത്തം ഉടായിപ്പാന്ന് പറയാൻ ഇടയാക്കില്ല. കാരണം നമുക്ക് നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് ആ മാതൃക തന്നെയായിരിക്കും നമ്മുടെ പിന്നാലെ വരുന്നത്. അവരും കണ്ടു പഠിക്കുന്ന അതുകൊണ്ട് നമ്മളായിട്ട് ഒരാൾ റോങ് ഡയറക്ഷനിലേക്ക് വിടാൻ വേണ്ടി ഇടയാകല്ലേ. അപ്പൊ ദൈവത്തോടുള്ള ഭക്തി നമ്മൾ എല്ലാവരും ഉണ്ടാകണം. എല്ലാവരും ആ ദൈവത്തെ ഭയത്തോടും വിറയലോടും തന്നെ കാണണം. കാരണം പിശാചുക്കളെ കുറിച്ച് പറയുന്നത് അവർ ദൈവത്തിന്റെ നാമത്തിന് മുമ്പ് ഭയക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ്. നമ്മൾ വിറച്ചില്ലേലും കുഴപ്പമില്ല, ഒരു ഭയമെങ്കിലും നമ്മുടെ ഉള്ളിൽ വേണം. കാരണം നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തെ പോലും നിരൂപണങ്ങളെ പോലും ദൂരത്ത് നിന്നേ വിവേചിച്ചറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത്ര സർവശക്തനായ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തുള്ള ഭക്തി നമ്മൾ വർദ്ധിച്ചു വരട്ടെ. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.